കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ശരിയേച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വേണമെന്ന് വെച്ച് പറഞ്ഞാലേ ഗിച്ചേട്ടാ, പക്ഷെ എന്തിൻ്റെ പേരിലായാലും ഈ നിൽക്കുന്നവൾ നിങ്ങളിങ്ങനെ പഴിക്കുന്ന കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. ഗായി നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വിഷ്ണുവിനെ നോക്കി. നിങ്ങൾ ചെയ്ത എല്ലാത്തിനും ഏട്ടൻ്റെതായ ഒരു കാരണം ഉണ്ടാവും. പക്ഷെ ഒന്നും അറിയാത്തവളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്കൊരു അവകാശവും. നിങ്ങൾ ആരാ, എന്താ, എന്തിനു വന്നു എന്നൊക്കെ എപ്പോഴെങ്കിലും ഇവളോട് പറഞ്ഞിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് എന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് നിങ്ങളുടെ കൂട്ടാളികൾ ആരെങ്കിലും ഒരാൾ ഇവളെ അറിയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുപോലെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജയിലിൽ കിടക്കുകയും ചെയ്തേനെ. ഗായി വീണ്ടും പറഞ്ഞു. വിഷ്ണുവിന്റെ കണ്ണുകൾ സംശയത്തോടെ അവൾ നോക്കി. പീലിയിൽ അപ്പോഴും ഒരുതരം മരവിപ്പ് മാത്രമാണ്. ഏട്ടൻ എവിടെയാണെന്നറിയാതെ ഒരു വിവരവുമില്ലാതെ ചത്തി ജീവിച്ച 6 മാസങ്ങൾ അവൾ ഓർത്തുപോയി. വിളിക്കാത്ത ദൈവങ്ങളില്ല, കരയാത്ത ദിവസങ്ങളില്ല. അന്നൊക്കെ ഏട്ടൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും പുറകെ പോയാൽ മതിയെന്ന് പോലും ചിന്തിച്ചില്ല. ഓർക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പീലിയിൽ മാത്രം നോട്ടുറപ്പിച്ചു നിന്നവന് അവളുടെ ചിന്തകൾ അത്രയും എന്തായിരിക്കുമെന്ന് മനസ്സിലായി. എന്നാലും ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ അവൻ ചെന്നില്ല. ഈ നിമിഷം താനെന്നൊരു വ്യക്തി അവിടെ വിദൂര ചിന്തകളിൽ പോലും ഇല്ലെന്ന് ദക്ഷിന് തോന്നി. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവളല്ലേ ആ നിൽക്കുന്നത്, നേരിട്ട് തന്നെ ചോദിച്ചു നോക്ക്. ജൂലിയെ നോക്കിക്കൊണ്ട് ഗായി പറഞ്ഞു. വിഷ്ണു അവളെ നോക്കി. ജൂലി മുഖം കുനിച്ചു. നിങ്ങളുടെ ജോലി എന്താ സ്വന്തം പെങ്ങളോട് ഒളിച്ചു വെക്കേണ്ട കാര്യം എന്തായിരുന്നു കിച്ചേട്ടാ? അവൾ അറിഞ്ഞ എന്തായിരുന്നു പ്രശ്നം? ഞാനൊരു IPS കാരനാ, ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് അവിടെ കിടന്നിങ്ങനെ നീറുമായിരുന്നോ? ശരിക്കും നിങ്ങൾ സ്വാർത്ഥനാ. നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും നിങ്ങൾ വേദനിപ്പിച്ചു, എന്നെ പോലും. ഞാൻ എന്ത് തെറ്റായിരുന്നു നിങ്ങളോട് ചെയ്ത്? ഒരു വാക്കിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഞാൻ കൂടെ നിൽക്കില്ലായിരുന്നു. എന്നിട്ടും കുഞ്ഞുനാൾ മുതൽ നിങ്ങളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച് എനിക്ക് വിരഹത്തേക്കാൾ വലിയ വേദനയാണ് നിങ്ങൾ തന്ന്. ഒപ്പം ഈ അനിയത്തെ കൂടി എന്നിൽ നിന്ന് അകറ്റി. അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു? അത്രയും നാൾ മനസ്സിലാക്കി പിടിച്ചെല്ലാം ഗായി ചോദിച്ചതും പീലി അമ്പരപ്പോട് അവളെയും വിഷ്ണുവിനെയും മാറി മാറി നോക്കി. താൻ അറിഞ്ഞതും മനസ്സിലാക്കിയതുമൊന്നുമല്ല സത്യം എന്നവൾ ആത്മനിന്ദയോടെ തിരിച്ചറിഞ്ഞു. ഏട്ടനായി വേണ്ടെന്ന് വെച്ചതാണ് എല്ലാം എന്നുള്ള സത്യം ഗായുവിനെ നോക്കാൻ പോലും കഴിയാതെ പീലി മുഖം പൊത്തി കരഞ്ഞുപോയി. പീലി, ഇനി എന്തൊക്കെയാ ചേച്ചി? ഞാനൊരു പൊട്ടിയായിട്ടല്ലേ എന്നിങ്ങനെ പറ്റിക്കുന്നത്? ഇതൊക്കെ സത്യമാണോ ഏട്ടാ? എന്നോട് ഒളിപ്പിച്ചു വെച്ച് എന്തിനാ? ചേച്ചിയോട് ഞാൻ ദേഷ്യം കാണിച്ചപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? പീലി വിഷ്ണുവിന്റെ മുന്നിലേക്ക് ചെന്ന് അവളെ ഒന്ന് നോക്കാൻ പോലും ആവാതെ അവന്റെ മുഖം കുനിഞ്ഞു. ഏട്ടൻ എവിടെയാണെന്ന് അറിയാതെ ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? ദിവസം ഒരു നേരം വിളിക്കാൻ വയ്യ പേടിക്കുന്ന ഞാൻ 6 മാസം എൻ്റെ ഏട്ടനെ എവിടെയാണെന്ന് അറിയാതെ, എങ്ങോട്ട് പോവണ്ട്, ആരോടെ ചോദിക്കേണ്ടെന്ന് അറിയാതെ. എനിക്ക് വേറെ ആരാ ഏട്ടാ ഉള്ളത്? അമ്മയും അച്ഛനെയും പോലെ ഏട്ടനെ മോളെ ഒരുപാട് അന്വേഷിച്ചു, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. ഒടുക്കൻ DM എന്ന പേര് മാത്രം വെച്ചാ ഞാൻ കൊച്ചിയിൽ ചെന്ന് അവിടുത്തെ ഓഫീസറെ ശേഖർ സാറിനെ കാണുന്നത്. ഏട്ടൻ തിരക്ക് തനിച്ചിങ്ങോട്ട് വരാമെന്ന് എനിക്ക് കൂട്ടുവന്ന സാറാ. പീലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിഷ്ണു ശരിക്കൊന്ന് ഞെട്ടി. കാണാതെയാവുമ്പോൾ കരയും കാത്തിരിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഒരിക്കലും ഇത്രയും ദൂരം അവൾ തേടി വരുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പറയാൻ വാക്കുകളില്ലാതെ അവൻ മൗനമായി പോയി. ഇവിടെ വന്നപ്പോഴാ ഏട്ടൻ ചെയ്യില്ലെന്നറിഞ്ഞ് ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ലെന്നും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഏട്ടന് പകരം ഞാൻ ജയിലിൽ കിടന്നോളെന്ന് മഹിയേട്ടനോട് പറഞ്ഞ, പക്ഷെ കേട്ടില്ല. വിഷ്ണു ഒരു നിമിഷം കൗതുകത്തോടെ അവളെ നോക്കി നിന്നു. പീലിയെ കേട്ട് നിന്ന സേവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. DM-നെ വില്ലനാക്കാതെയുള്ള അവളുടെ പറച്ചിൽ ഈ പറഞ്ഞിൽ അവൾ അനുഭവിക്കേണ്ടി വന്നൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അവളായിട്ടത് പറയുകയില്ല. എന്നെ വെറുതെ വിടാൻ വേണ്ടിയാണോ നീ ആളുടെ ഭാര്യയായത്? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വിഷ്ണുവിന്റെ ആ ചോദ്യത്തിൽ പീലിയും ഞെട്ടി. പിന്നെ മുഖം കുനിച്ച് അതേന്ന് മൂളി. എനിക്ക് വേണ്ടിയാണ് നീ നിന്റെ ജീവിതം നശിപ്പിച്ചത്. പക്ഷേ ഇനി ഇങ്ങനെ സ്വയം നശിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കഴുത്തി കിടക്കുന്ന ആ താരം അഴിച്ചു കൊടുത്ത് ഏട്ടൻ്റെ കൂടെ വാ, നമുക്ക് ഇവിടുന്ന് പോവാം. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ പീലി അവനെ പകച്ചു നോക്കി. അറിയാതെ ഒരു ചുവട് പുറകിലേക്ക് വെച്ച്. ഏട്ടൻ പറയുന്ന അനുസരിച്ച് പീലി, നമുക്ക് തിരിച്ചു പോവാം. ഏട്ടൻ നോക്കിക്കോളാം നിന്നെ. ഇനി ഏട്ടൻ എങ്ങും പോവില്ല. ഈ ജോലിയൊന്നും നമുക്ക് വേണ്ട. വിഷ്ണു പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിക്കാനാഞ്ഞതും അവൾ ആ കൈ തട്ടി മാറ്റി ഇല്ലെന്ന് തലയാട്ടി. പീലി, ഞാൻ വരില്ല. എന്തുകൊണ്ട്? എനിക്ക് വേണ്ടിയല്ലേ നീ അവളുടെ ഭാര്യയായത്. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നില്ലേ? ഇനി ഈ വേഷം കിട്ടിന്റെ ആവശ്യം എന്താ? അല്ല, അങ്ങനെയൊന്നുമല്ല. എനിക്ക് മയ്യേട്ടന് ഇഷ്ടം, എൻ്റെ ജീവനാ. ഞാൻ എങ്ങും വരില്ല. നിനക്ക് 5 കോടി വിലയിട്ടവനാ. 1 വർഷത്തെ കോൺട്രാക്ടിന് പുറത്ത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയവനാ. അതുപോലുള്ള ഒരുത്തന് ജീവനാണ് നീ പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് പീലി? വിഷ്ണു ഗൗരവത്തോട് ചോദിച്ചും പീലി അമ്പരപ്പോടെ അവനെ നോക്കി. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അവൻ നിൽക്കുന്നത് അവൾക്ക് ബോധ്യമായി. വീണ്ടും അവിടെ കണ്ണു നിറഞ്ഞു.
അന്ന് അങ്ങനെയായിരുന്നു എന്ന് കരുതി ഇപ്പം എൻ്റെ മഹിയേട്ടൻ അങ്ങനെയൊന്നുമില്ല. എന്നെ ജീവനാ. ഏട്ടൻ വേണേ ചോദിച്ചു നോക്കി. അന്നൊന്നും സ്നേഹം എന്താന്ന് പോലും മഹിയേട്ടന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തു പറഞ്ഞവരെ മനസ്സിലാക്കണമെന്ന് പീലിക്ക് അറിയാതെയായി. ഒപ്പം വിഷ്ണുവിൽ നിന്ന് അവൾ പോലും അറിയാതെ പുറകിലേക്ക് ചുവടുവെക്കുകയും ചെയ്തു. ഞാനിങ്ങ് വരില്ല. മഹിയേട്ടില്ലാതെ എനിക്ക് പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഏട്ടൻ കൂടെ വേണം. പീലി പറഞ്ഞുകൊണ്ട് വീണ്ടും പുറകിലേക്ക് ചൂടുവെച്ചതും അവന്റെ ഉറച്ച നെഞ്ചിൽ തട്ടി നിന്നു. അടുത്ത നിമിഷം അവൾ അവനെ ഇറുകെ പുണർന്ന് വിങ്ങിക്കരഞ്ഞു. ദക്ഷിന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കുന്നതിനൊപ്പം വിഷ്ണുവിനെ തീക്ഷ്ണമായി ഉറ്റുനോക്കുകയും ചെയ്തു. മഹിയേട്ടൻ പറയും ഏട്ടനോട് എന്നെ എങ്ങും വിടില്ലെന്ന്. അങ്ങേയറ്റം നേർത്തു പോയിരുന്ന അവളുടെ ശബ്ദം കരഞ്ഞ് കണ്ണും മുഖവും എല്ലാം ഒരുപോലെ ചുവന്ന് തുടുത്തു. അടുത്ത നിമിഷം പീലിയെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ടുവൻ വിഷ്ണുവിന്റെ മുന്നിലേക്ക് നടന്നു. വിഷ്ണുവിന്റെ കണ്ണുകൾ അവനെ ഗൗരവത്തോടെ നോക്കി. ഇവൾ എൻ്റെ വിഷ്ണു, ഷീസ് മൈ വൈഫ്. ഇനി അവൾ ആഗ്രഹിച്ചാൽ പോലും അതിനൊരു മാറ്റം വരില്ല. എന്നും എപ്പോഴും അവൾ മിസ്സിസ് ദക്ഷിണേശ്വർ സിംഹ തന്നെ ആയിരിക്കും. മുഴക്കമുള്ള അവന്റെ ശബ്ദം വല്ലാത്തൊരു ആജ്ഞാശക്തിയുണ്ട് അതിന്. അവന്റെ നോട്ടത്തിന് പോലും ആരെയും അനുസരിപ്പിക്കാൻ കഴിയും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല ഡി എം, വിഷ്ണു പകയോടെ പറഞ്ഞു. ഡി എം എല്ലാം പുഞ്ചിരിച്ചു. വിഷ്ണുവിന് അവൻ്റെ റൂം കാണിച്ചു കൊടുക്കുക. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു വന്നല്ലേ, റെസ്റ്റ് എടുക്കും വിഷ്ണു. പിന്നെ എൻ്റെ ലോകം തന്നെ ഇന്ന് ഇവളാ. ഈ ഭൂമി കീഴിൽ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എന്താഗ്രഹിച്ചാലും അവൾക്ക് ഞാനത് നേടിക്കൊടുക്കും. പക്ഷേ അവൾക്ക് എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, അത് നീയാ. നീ അവൾക്ക് ഒപ്പുണ്ടാവണമെന്ന് മാത്രം. എനിക്ക് ആഗ്രഹം സാധിച്ചു കൊടുത്തേ മതിയാവും വിഷ്ണു. സുനിലെ ചിരി മായാത്തൻ അത്രയും പറഞ്ഞ് തന്നെ മിഴിച്ചു നോക്കുന്നവളെ ഗൗരവത്തോടെ നോക്കി. അടുത്ത നിമിഷം അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ പീലിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. മുസ്തഫ, ജയ റൂമിലേക്ക് ആക്കിയേക്ക്. അത്രമാത്രം പറഞ്ഞ് പീലിയെയും കൊണ്ട് അവൻ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. സേവിയും ഗായുവും ജൂലിയും എല്ലാം മിഴിച്ചു നിന്നു. അടുത്ത നിമിഷം ബോധം വന്ന പോലെ ജൂലി എല്ലാവരെയും നോക്കിക്കൊണ്ട് ഫോണുമായി ഓഫീസിലേക്ക് കയറി. അവൾ പോയെന്ന് മനസ്സിലായതും സേവി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ അവൾ ഒരുപാട് വേദനിപ്പിച്ച് സേവി, എൻ്റെ പീലി. ഹേയ്, എന്താടോ നിയമിൻ്റെ അളി എത്രയേ ഉള്ളൂ? സേവി ചിരിയോട് അവന്റെ തോൾ തട്ടിയതും ഗായരുവരെയും കൂർപ്പിച്ച് നോക്കി. വിഷ്ണു ചിരിയോട് അവൾക്ക് നേരെ കണ്ണു ചിമ്മി. നീ എന്നെ മനഃപൂർവ്വം നൽകിയതല്ലേടി? കവിളിൽ കൈവച്ചുകൊണ്ട് വിഷ്ണു അവളെ ചെറഞ്ഞു നോക്കി. അതെ, ഒരെണ്ണം പണ്ടേ ഞാൻ ഓങ്ങി വെച്ചാ. നിങ്ങളുടെ കയ്യിലിരിപ്പിന് ഇതൊന്നും കിട്ടിയാൽ പോരാ. ആരൊക്കെ എന്തൊക്കെ പറയുന്നിട്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും കിച്ചേട്ടൻ ആരാ? IPC തന്നെയാണോ? ഗായി ചൂടിയോട് അവനെ നോക്കി. സേവി കൂടി ഗായുവിനൊപ്പം ചേർന്നു. വിഷ്ണു ചമ്മലോട് അവനെ നോക്കി. ഇനിയിപ്പോൾ ചമ്പൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ അളിയന്മാർ രണ്ടും ഒരുപോലെയാണ്. നിങ്ങളുടെ പെങ്ങളെ കെട്ടി അങ്ങനെ കുറച്ചേരം അതിനെ നോവിച്ചു. അതിനു മുന്നേ നിങ്ങൾ അങ്ങേരുടെ പെങ്ങളെ കെട്ടി അതിനെ എവിടെയോ ഉപേക്ഷിച്ചു. ഗായു കളിയായി പറഞ്ഞാണെങ്കിലും അതിലെ കുത്തൽ വിഷ്ണുവിന് മനസ്സിലായി. ജൂലിയുടെ അല്ല, ദീക്ഷയുടെ ഓർമ്മയിൽ അവന്റെ കണ്ണ് നിറഞ്ഞു. എനിക്കൊന്നും അറിയില്ലായിരുന്നു സേവി. എവിടെയോ സന്തോഷത്തോടെ കഴിയുന്നുണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ തെറ്റായിപ്പോയി. അവൾ എന്നോട് ഒരിക്കലും പൊറുക്കില്ല സേവി. വിഷ്ണു നോവോടെ പറഞ്ഞു. ഗായുവും സേവിയാകെ വല്ലാതെയായി. നീ വാ, ഇവിടെ നിങ്ങളൊന്നും സംസാരിക്കുന്ന ആ പൂതനെ കേൾക്കണ്ട. സേവി അവന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഓഫീസ് റൂമിന്റെ വാതിലേക്ക് നോക്കിക്കൊണ്ട് ഗായു അവർക്ക് പുറകെ ചെന്നു. ബെഡിലിരുന്നു കൊണ്ട് നിറഞ്ഞു തുളുമ്പി വരുന്ന കണ്ണുകൾ പീലി വീണ്ടും വീണ്ടും അമർത്തി തുടച്ചു. മുഖമൊന്നാകെ ചുവന്നു പോയിട്ടുണ്ട്. എന്നിട്ടും കരച്ചിൽ മാത്രം കുറവൊന്നുമില്ല. ദക്ഷ അവളെ നോക്കി സോഫയിൽ ചാരിയിരുന്നു. എത്ര നേരം ഈ കരച്ചിൽ നീളുമെന്ന് അറിയണമല്ലോ. വൈകാ, സമയം കടന്നുപോയിട്ട് തന്നെ നോക്കുപോലും ചെയ്യാതെ കരഞ്ഞിരിക്കുന്നവളെ കാണെ ദക്ഷ ഗൗരവത്തോടെ വിളിച്ചു. ഞാൻ ചെയ്ത തെറ്റെന്താ മയ്യേട്ട? ഏട്ടന് ഇത്രയും പറയാൻ മാത്രം ഞാൻ. വിളിക്കാൻ കാത്തിരുന്ന പോലെ അവളുടെ സങ്കടങ്ങളുടെ കെട്ടഴിഞ്ഞു വീണു. ഒരാളെ സ്നേഹിച്ചു പോയി, അത് തെറ്റാണോ? അതിപ്പോൾ ഏട്ടനും പ്രണയിച്ചിട്ടില്ലേ? അതുപോലെയല്ലേ ഞാനും. പിന്നെ ഞാനിങ്ങോട്ട് വന്ന് എൻ്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ. മരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഏട്ടനെ കണ്ടുപിടിക്കാനും കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കണം തോന്നി വന്നു. ഒരുപാട് സഹിച്ചു. പക്ഷെ അതിനിടയിൽ എപ്പോഴും നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അന്യനൊന്നും ആയിരുന്നില്ലല്ലോ. എന്നിൻ്റെ പേരിലാരും എൻ്റെ അല്ലേ, എൻ്റെ ഭർത്താവല്ലേ. നിങ്ങൾക്കല്ലേ ബന്ധങ്ങളുടെ വില അറിയാതെയുള്ളൂ. എനിക്കറിയാലോ. കെട്ടിയ എളുപ്പത്തിൽ ഈ താലിൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനാവില്ല. പിന്നെ ഞാനൊരുപാട് നല്ലവളൊന്നുമല്ല, മനുഷ്യനാ. എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിക്കും. നിങ്ങളെക്കാളൊക്കെ ചെറുതല്ലേ ഞാൻ. നിങ്ങളുടെ അത്രയും ലോകപരിചയം എനിക്കില്ല. ഏട്ടനെ ചിന്തിച്ചറിഞ്ഞൂടെ എൻ്റെ സുഖം നോക്കി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന്. സങ്കടം കൊണ്ട് അവളുടെ മുഖം വീർത്തു. ദക്ഷ നേരത്തെ ഒരു പുൻസിരിയോടെ അവളെ നോക്കി. വൈക കഴിഞ്ഞോ? അടുത്തേക്ക് വന്നുകൊണ്ടുള്ള ആ ചോദ്യത്തിൽ പീലി അവനെ കൂർപ്പിച്ച് നോക്കി. ദക്ഷ ചിരിയോടെ അവളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. വയറിൽ വെച്ച് അവളുടെ കൈയെടുത്ത് മാറ്റി അവനവിടെ ചുണ്ട് ചേർത്തു. അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി. അവളുടെ നെറുകിൽ കൂടി അവൻ ചുംബിച്ചതും പീലി വിതുമ്പലടക്കി പിടിച്ചു. കരയരുത്. ഈ കരച്ചിൽ കണ്ട് സന്തോഷിച്ചിരുന്ന ദക്ഷ മഹേശ്വർ അല്ല വൈക. ഞാനിപ്പോ എനിക്ക് ദേഷ്യം വരും. നിന്റെ കണ്ണു നിറയാനുള്ള കാരണത്തെ ഞാൻ പണിഷ് ചെയ്യും.
അതാരായാലും എന്തായാലും. അത് അവൾക്കുള്ള വാണിംഗ് ആയിരുന്നു. സ്നേഹത്തിലും കരുതലിലും പൊതിഞ്ഞ ഭീഷണി. മറ്റൊരാളോടായിരുന്നെങ്കിൽ തലയിൽ ഗൺവച്ചായിരിക്കാനത് പറയുക. മുന്നിൽ ഇവളായതുകൊണ്ട് മാത്രം ഗണിന് പകരം അവന്റെ ചുണ്ടുകൾ സ്ഥാനം പിടിച്ചു എന്ന് മാത്രം. എന്താ? കണ്ണു ചിമ്മാതെയുള്ള അവിടെ നോട്ടം കാണി ദക്ഷി ചോദിച്ചു. എനിക്കും കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്റെ ഏട്ടനെ കൊല്ലുന്നല്ലേ മയ്യേട്ടൻ ഇപ്പൊ പറഞ്ഞ്. ദക്ഷ ഒരു പുഞ്ചിരിയോടെ അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി. വിഷ്ണുവിന് നിന്നോട് ദേഷ്യമൊന്നുമില്ല വൈക? എന്താ? പീലി എഴുന്നേറ്റിരിക്കാനാഞ്ഞതും ദക്ഷ അവൾക്കരികിലായി കിടന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ പറയാൻ പോകുന്നതെന്നും കേൾക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാവണം. ഒരിക്കലും നിന്നെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല, പ്രത്യേകിച്ച് നിന്റെ ഈ അവസ്ഥയിൽ. പക്ഷെ പറയാതിരുന്ന ഈ സങ്കടം പറച്ചിൽ ഇനിയും കൂടും. അതൊരു സ്ട്രെസ് തന്നെയാ. കാര്യം എന്താ മയ്യേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്തിനാ? വിഷ്ണു താഴെ വെച്ച് നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞിട്ടാ, എന്റെ നിർദ്ദേശം അനുസരിച്ച. എന്താ? പീലി ഞെട്ടി കണ്ണുമിഴിച്ചുകൊണ്ട് അവനെ നോക്കി. ഇനി പറയാൻ പോകുന്ന കാര്യത്തിന്റെ മുന്നോടി പോലെ ദക്ഷിന്റെ മുഖത്ത് ഗൗരവമാണ്. ഇന്നലെ രാത്രി നിന്റെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ വിഷ്ണുവിനോട് നേരിട്ടെന്ന് കാണാൻ ഞാൻ സേവിയോട് പറഞ്ഞിരുന്നു. രാത്രിയോ? നിന്നെ ഞാൻ കൊന്നുകളഞ്ഞു എന്നായിരുന്നു വിഷ്ണു വിചാരിച്ചിരുന്നത്. എന്നെയോ? എങ്ങനെ? ശേഖർ അവനെ കാണാൻ ചെന്നിരുന്നു, നിന്റെ കാര്യം അവനെ അറിയിക്കാൻ. പക്ഷെ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ അയാൾക്ക് അറ്റാക്ക് വന്നു. അതിന്റെ ബാക്കി നിന്നെ ഞാൻ കൊന്നുകളഞ്ഞാണെന്ന് അവൻ ഊഹിച്ചു. അതിന്റെ റിവെഞ്ചിന് വേണ്ടി കാത്തിരിക്കാൻ നിന്റെ ഏട്ടൻ ഇന്നലെ സേവിച്ചെന്ന ചില സത്യങ്ങളൊക്കെ അവനെ തെളിവുകൾ നിരത്തി അറിയിച്ചപ്പോഴാണ് അവനും പലതും മനസ്സിലായത്. എന്ത് സത്യം? അത് അവൻ പറയുന്ന ശരി വൈക. എല്ലാം കേട്ട് കഴിയുമ്പോൾ വികാരത്തോടെയല്ല, വിവേകത്തോടെ വേണം വൈക റിയാക്ട് ചെയ്യാൻ. എല്ലാം നടക്കുമ്പോൾ നീ കുട്ടിയായിരുന്നു നീ ചിന്തിക്കണം. നിന്നെ അറിയിക്കാനുള്ള പ്രായമോ പക്വതയോ നിനക്ക് ഉണ്ടായിരുന്നില്ലെന്ന് ഓർക്കണം. അവൻ എന്ത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും സാഹചര്യം കൊണ്ട് മാത്രമാണ്. നീ അറിഞ്ഞാൽ നിന്നെ കൂടി ഭയപ്പെടുത്താന്നല്ലാതെ മറ്റു പ്രയോജനങ്ങളൊന്നുമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. മയ്യേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ഞാനറിയാത്ത എന്ത് കാര്യ? ഏട്ടൻ്റെ ജോലി പറയാതിരുന്ന എനിക്ക് സങ്കടം തന്നെയാ. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ പറയായിരുന്നു. ഞാൻ അറിഞ്ഞെന്ന് കരുതി എന്ത് പ്രശ്നം ഉണ്ടാവുക? ഇതിപ്പോൾ ഏട്ടൻ്റെ എല്ലാ കാര്യവും ഏറ്റവും അവസാനം മാത്രം അറിഞ്ഞ് ഞാനാ. ഇനി പറയാൻ പോകുന്നത് അങ്ങനെയുള്ളതാവൂലേ? ചെറിയ പരിഭവം ഉണ്ടായിരുന്ന അവളുടെ സംസാരത്തിൽ ദക്ഷ ചിരിയോടെ അവിടെ നെറുകയിൽ ചുംബിച്ചു. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. നീ ഇതുപോലെ ഇരുന്നാൽ മതി വൈക. എൻ്റെ കീഴിലോ എനിക്ക് മുകളിലോ അല്ല, ഇവിടെ DM-ന്റെ ഹൃദയത്തിലാണ് നിനക്ക് സ്ഥാനം. വിഷയം മാറ്റിയല്ല മയ്യേട്ടൻ, എനിക്കറിയാം. ഇത്തിരി ചൊടിയോടെ പറഞ്ഞുകൊണ്ട് അവൾ കൂർപ്പിച്ച് നോക്കിയതോ മുഖം കുനിച്ച് അവളുടെ ചൊടികളിൽ അമർത്തിയൊന്ന് നുണഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ പ്രേമിക്കാൻ അറിയും? DM മൊയ്തീനൊന്നും കണ്ടിട്ടില്ലേ? ഹൂ ഈസ് ഹി? ആ വെറുതെ അല്ല, അങ്ങനെ ഒരാളുണ്ട്. പുള്ളിക്കാരനൊരു പ്രണയം ഉണ്ടായിരുന്നു, ഇന്ദുക്കൊച്ച. അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ ഇഷ്യൂ ആയിരുന്നില്ലേ? 10 വർഷത്തോളം ഒരു വിരൽത്തുമ്പിൽ പോലും തൊടാതെയുള്ള പ്രണയം. നിങ്ങളെ കൊണ്ട് അങ്ങനെ പറ്റുമോ? ഒരു ദിവസം തന്നെ എത്ര ഉമ്മയാ? മുമ്പുള്ള സങ്കടമൊക്കെ മറന്നൊരു നിമിഷം പീലി വാചാലയായി. അതിന് നീ എൻ്റെ കാമുകി മാത്രമല്ല വൈക, യു ആർ മൈ വൈഫ്. പിന്നെ ഇത്രയും വർഷം ഒരു പെണ്ണിനെ തൊടാതെയും നോക്കാതെ ഇരുന്നില്ലേ? അതിന്റെ ആക്രാന്താണല്ലേ? പീലി ചിരിച്ചുകൊണ്ട് അവന്റെ താടിയിൽ ചുംബിച്ചു. കൗതുകം. ഈ പെണ്ണൊരു കൗതുകം തോന്നി. നിന്റെ കരച്ചിൽ, സംസാരം, നോട്ടം, അങ്ങനെയല്ല. യു ആർ ലുക്ക് ലൈക്ക് എ ഫ്രഷ് ഫ്ലവർ. എനിക്ക് നീ എപ്പോഴും അങ്ങനെയാണോ? പ്രണയം കൊണ്ട് അവിടെ സങ്കടങ്ങൾ പതിയെ അവൻ മായ്ച്ചു കളഞ്ഞു. ഏട്ടനോട് എന്തിനാ അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞേ? കുറച്ച് സമയത്ത് മൗനത്തിന് ശേഷം പീലി എന്തോർത്ത് പോലെ ചോദിച്ചു. ജൂലി. ജൂലി ചേച്ചിയോ? ജൂലി ചേച്ചിയോ? ചേച്ചി കാരനാണോ? ചേച്ചി എന്താ ചെയ്തേ? പീലി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അതിന് സമ്മതിക്കാതെ അവൻ അവൾ അടക്കി പിടിച്ചു. അവള് ജൂലിയല്ല വൈക, ഷീ സൈന, ഗിരിധരന്റെ വളർത്തുപുത്രി, വൈകുണ്ഠത്തിന്റെ വരുംകാലാവകാശി. ദക്ഷ ഗൗരവത്തോടെ പറഞ്ഞു. പീലി ശക്തമായൊന്ന് ഞെട്ടിപ്പോയി. ശരീരമൊന്നാകെ മരവിച്ചു പോയതുപോലെ. ജൂലിയുടെ നിഷ്കളങ്കമായ മുഖം അവൾക്കുള്ളിൽ തെളിഞ്ഞതും പീലി വിശ്വസിക്കാനാവാതെ അവനെ തുറിച്ചു നോക്കി. വെറുതെ പറയില്ലേ മയ്യേട്ട? ജൂലി ചേച്ചി, ചേച്ചി എങ്ങനെ? എന്തിനു വേണ്ടി? വൈകുണ്ഠത്തിന്റെ യഥാർത്ഥ അവകാശികളെ ഇല്ലാതാക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം അവിടെയല്ലേ വൈക? അവിടെ നിലനിൽപ്പിനുള്ള ഏറ്റവും വലിയ തടസ്സം ഞാനും ദീക്ഷയും ജീവനോടെ ഇരിക്കുന്നതല്ലേ? ദീക്ഷ? ദീക്ഷ അപ്പോ 20 വർഷത്തോളം അനാഥാലയത്തിൽ ജൂലി എന്ന പേരിൽ വളർന്നത് അവളാണ് വൈക. ഹൈന 5 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഐഡന്റിറ്റി സ്വന്തമാക്കി എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദീക്ഷ എവിടെയാ? അവൾ എന്ത് ചെയ്തു? പീലി വല്ലാത്തൊരു നടുക്കത്തോടെ ചോദിച്ചും DM അതിന് മറുപടി പറഞ്ഞില്ല. മയ്യേട്ട,
വിഷ്ണു പറയും വൈക. ബാക്കി അറിയാനുള്ളത് അവൻ പറയും. എന്നെ കൊല്ലാൻ അവൻ വന്നതിൻ്റെ കാരണമടക്കം. ചെല്ല്, പോയി കണ്ടിട്ട് വാ. ദക്ഷ അവളെയും കൊണ്ട് എഴുന്നേറ്റു. പീലി അവനെ കണ്ണിമച്ചിമാതെ നോക്കി നിന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? പീലി മേലെ ചോദിച്ചു. ദക്ഷ എന്താണെന്ന് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. ദീക്ഷയുടെ അമ്മയാരാ? മയ്യേട്ടിനെ അമ്മയും മറന്ന അച്ഛൻ വിവാഹം കഴിച്ച ആരെയാ? അങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ എന്തിനാ പാവ അമ്മേ? പീലി ബാക്കി ചോദിക്കാതെ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ നോക്കി. അച്ഛൻ മരിച്ചെന്ന ന്യൂസ് കണ്ട് വൈകുണ്ഠത്തിലെത്തിയപ്പോഴാണ് ഗോവർദ്ധൻ അതൊരു ട്രാപ്പായിരുന്നെന്ന് മനസ്സിലായത്. മാസങ്ങൾ നീണ്ട അന്വേഷണം ഫലം കാണാതെ വന്നപ്പോൾ ഗിരിധർ കണ്ടെത്തിയ മാർഗം ഒരു ഫേക്ക് ന്യൂസ് കൊടുത്തു. അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അത് കണ്ടാൽ ഗോവർദ്ധൻ തിരിച്ചു വരുമെന്ന്. വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമായില്ലേ. അവരുടെ കുലത്തിൽപ്പെട്ട പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു പ്ലാൻ. ജാനകിയെ കൊല്ലുമെന്ന ഭീഷണിയുടെ പുറത്ത് ഗോവർദ്ധൻ നിസ്സഹായനായി ശ്രീദേവിയെ വിവാഹം കഴിച്ചു. പക്ഷേ നീണ്ട 10 വർഷം എടുത്തു അവരൊന്നിച്ച് ജീവിതം തുടങ്ങാൻ. അതും ജാനകി അയാളെ മറന്ന സുഹൃത്തിൻ്റെ കൂടെ പോയെന്നും അവർക്കൊരു മകൻ ജനിച്ചു എന്നറിഞ്ഞതിന് ശേഷം. ഗൗരവത്തോടെയുള്ള ദക്ഷിന്റെ വാക്കുകൾ കേൾക്കെ പീലി പിന്നെയൊന്നും ചോദിക്കാനില്ലാത്ത വിധം നിശബ്ദയായി. പക്ഷേ ഒരിക്കൽ അയാൾ ഗിരിധറിൽ നിന്നും തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അതിനെ ചൊല്ലിയുള്ള വഴക്കിൽ ഗോവർദ്ധൻ കൊല്ലപ്പെട്ടു. അതിന് സാക്ഷിയായ പൂർണ്ണഗർഭിണിയായ ശ്രീദേവിയെയും അയാളുടെ ആളുകൾ തേടി പിടിച്ചു കൊന്നു. പക്ഷേ അതിനു മുമ്പേ അവരൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഒരു നിയോഗം പോലെ ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അവളാണ് ജോലി. പീലി ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെ നിന്നുപോയി. ഇനി ആ കഥയിൽ കൂടുതൽ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.